ഹായ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും പഠിച്ചു. ഇനി നമുക്ക് സർവനാമങ്ങളുടെ രൂപാന്തരത്തെപ്പറ്റി പഠിക്കാം. അപ്പോൾ എങ്ങനെയാണ് സർവനാമങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കുന്നതെന്ന് നോക്കാം. സർവനാമങ്ങളോട് കൂടെ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ നമുക്ക് എന്താണ് മാറ്റം സംഭവിക്കുക എന്ന് പഠിക്കാം. റെഡിയല്ലേ? നോക്കാം. ആദ്യം പഠിച്ചത് എന്താണ്? ഇത് സർവനാമ മൈ അല്ലേ? അപ്പം സർവനാമവും രൂപാന്തരം. സർവനാമവും രൂപാന്തരം. ആദ്യത്തെ സർവനാമം എന്താ? മേ അല്ലേ? നോക്കാം. മേ പ്ലസ് നയന് അല്ലെ? ഇവിടെ നേക്ക് പ്രത്യേക അർത്ഥമില്ല, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. മേ പ്ലസ് നയന് മേ പ്ലസ് കോ മുझको ഒന്നുകൂടി പറയും. മുझे എന്നുകൂടെ പറയും. മുझे. പിന്നെ അടുത്തത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? പഠിച്ചില്ല എല്ലാവരും? അത് പ്രത്യയങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മേ പ്ലസ് സേ. എന്താത്? മുझसे അല്ലേ? മുജ്മേ എന്നുള്ളതിനോട് സേ ചേരുമ്പോൾ മുझसे. ഇതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ പഠിച്ചാൽ എളുപ്പമായി, ഇതിൻ്റെ അർത്ഥം വേഗം മനസ്സിലാവും. ഇനി മേ പ്ലസ് മേ അല്ലേ? എന്താ അത് വരിക? മുജ്മേ. മുജ്മേ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഇതിൻ്റെ അർത്ഥത്തോടു കൂടിയാണ് പഠിച്ചത്. അപ്പം ഇതെല്ലാം മനസ്സിലാവുമല്ലോ. മേ പ്ലസ് पर मुझ पर ഇനി മേ നമുക്ക് മനസ്സിലാക്കി. ഇനി തൂ എന്താണെന്ന് നോക്കാം. തൂ നമുക്ക് ഇവിടെ എഴുതാം. तू प्लस ने तूने तू प्लस को तू को है ला तुझको तू प्लस से तुझसे नहीं, तू प्लस में दाउम तुझ में ഇനി അടുത്തെന്താ? तू प्लस पर എന്തായിരിക്കും?
തുജിപ്പ് അല്ലേ, തുജിപ്പ്. ഇനി നമുക്ക് കാക്കയ്ക്ക് പ്രയോഗങ്ങൾ ചെയ്യാം. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. ഇനി അടുത്തത് മേ പ്ലസ് ക. മേ പ്ലസ് ക എന്താ വരിക? മേ പ്ലസ് ക, മേ പ്ലസ് ക എന്താ വരിക? മേ പ്ലസ് ക എന്താ വരിക? മേരാ, മേരാ. മേ പ്ലസ് ക മേരാ. ഇനി അടുത്തത് മേ പ്ലസ് കെ. മേ പ്ലസ് മേ കെ, മേരെ. അടുത്തത് മേ പ്ലസ് കോ. പ്ലസ് ജോഡ് എന്ന് ഹിന്ദി പറയാം കേട്ടോ. മേ ജോഡ് കോ എന്താ വരിക? കാ കെ കി. സോറി, മേ ജോഡ് കി. കാ കെ കി പഠിച്ചല്ലേ, അപ്പം മേ ജോഡ് കി. അപ്പം മേരി, മേരി. ഇനി അടുത്തത് നമുക്ക് മേ പ്ലസ് കോ പഠിക്കാം. നമ്മൾ കോ പഠിച്ചല്ലോ അല്ലേ, കോ പഠിച്ചതാണ് അല്ലേ. ഈ ഇവിടെ കാ കെ കി. അപ്പം ഇനി മേ പ്ലസ് കാ, മേ പ്ലസ് കെ, മേ പ്ലസ് കി. ഇനി അടുത്തത് നമുക്ക് ഹം പ്ലസ് കാ പഠിക്കാം. ഇനി അടുത്തത് തൂ പഠിക്കാം നമുക്ക്. എന്നാൽ തൂ, ഇവിടെ തൂ അല്ല പഠിച്ചത്, തൂ. तू प्लस का तेरा, तू प्लस के तेरे, तू प्लस की तेरी, तेरी. ഇനി നമുക്ക് ഇതിൻ്റെ ബഹുവചന രൂപമായ ഹം പഠിക്കാം. ഹം പ്ലസ് ക. ഹം പ്ലസ് ക ഹമാര, ഹമാര. ഹം പ്ലസ് के, हम प्लस के हमारे, हमारे. हम प्लस की हमारी, हमारी. ഇനി നമുക്ക് ഇതിൻ്റെ ബഹുവചന രൂപമായ തു, നീ, തും എന്നെടുക്കാം. തും പ്ലസ് ക, തും പ്ലസ് ക, തുമാര, തുമാര, തുംഹാര അല്ലേ, തുംഹാര. എഴുതുമ്പോൾ
തുമ്ഹാര എന്ന് എഴുതണം, പറയുമ്പോൾ തുമാര എന്നാണ് പറയുക. അപ്പം മ സൈലൻറ്റ്. അപ്പം തുമാര. ഇനി തും പ്ലസ് കെ തുമ്ഹാരേ. കണ്ടില്ലേ? തുമ്ഹാരേ. ഇനി അടുത്തത് തും പ്ലസ് കാ കെ കി അല്ലേ? തും പ്ലസ് കി എന്താ വരുക? തുമ്ഹാരേ. തുമ്ഹാരേ ഉണ്ടോ? തുമ്ഹാരേ. അപ്പം ഇന്നത്തെ ക്ലാസ് കുറച്ചുകൂടി പഠിക്കാം അല്ലേ? ഒരു 10 മിനിറ്റല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഏവേ അതും കൂടി പഠിക്കാം. നമുക്ക് വേ പ്ലസ് നെ എന്താ വരിക? നോന്. ഉന്നോനെ. എ പ്ലസ് നെ ഇനോനെ. ഇൻഹോനെ അല്ലേ? അപ്പം പറയുന്നത് ഇനോനെ എന്നാണ്, എഴുതുമ്പോൾ ഇനോനെ അല്ലേ? ഞാ പകുതി ഹ, ഇനോനെ. ഇനി അടുത്ത എന്താണ്? കോൻ. കോൻ പ്ലസ് നെ എന്താ? അത് കോൻ പ്ലസ് നെ കിനോനെ. കിനോനെ അങ്ങനെ എഴുതുമ്പോൾ ഞാ പകുതി ആ. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോ അല്ലേ? ജോ ജോഡനെ ജിനോനെ. എന്താ? ജിനോനെ എന്ന് പറയുമ്പോൾ ഞാ പകുതി ചേർക്കുന്നുണ്ട് എഴുതുമ്പോൾ, പക്ഷെ പറയുമ്പോൾ ജിനോനെന്ന് കേൾക്കാം അല്ലേ? ജിനോനെ. പിന്നെ അടുത്തത് വേ കോൻ ജോ കോൻ കോയി അല്ലേ? ഇനി അടുത്തത് കോയി. കോയി. കോയി എന്ന് പറയുമ്പോൾ എന്താ വരുക? ഇവിടെ കിസ്നെ എന്ന് പറയും അല്ലേ? കിനോനെ കിനോനെ. ഇവിടെ ജിനോനെ കിനോനെ കിനോനെ കിനോനെ. ഇനി നമുക്ക് ഇത് ബഹുവചന രൂപമാണെന്ന് മനസ്സിലായി അല്ലേ? ഇനി ഇതിൻ്റെ ഏകവചന രൂപം നമുക്ക് പഠിക്കാം. വ പ്ലസ് നെ എന്താ വരിക? ഉസ്നെ. ഉസ്നെ. യ പ്ലസ് നെ ഇസ്നെ. കോൻ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപം പഠിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഏകവചന രൂപം. കോൻ പ്ലസ് നെ കിസ്നെ. കേട്ടോ? ഏകവചനത്തിൽ വരുമ്പോൾ
കിസ്നെ. ഇനി ജോ പ്ലസ് നേ ഇതായിരിക്കും വരിക. ജിസ്നെ. ജിസ്നെ ഇനി കോയി പ്ലസ്, സോറി ഇവിടെ നേ ചേർത്തിട്ടില്ല അല്ലേ. കോയി പ്ലസ് നേ, കിനോനെ എന്നുള്ളത് ഇവിടെ കോയി പ്ലസ് നേ ഏകവചനത്തിൽ വരുമ്പോൾ തരുക കിസീനെ ഇടുക. കിസീനെ. ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ഇത്രയും വല്ലതും മനസ്സിലായിനോ? അതായത് വിഭക്തി പ്രത്യയങ്ങൾ സർവനാമത്തോടു കൂടി ചേരുമ്പോൾ എന്തൊക്കെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത് എന്നാണ് ഇത്ര വരെ പഠിച്ചത്. ഇനിയും കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഇത് മുഴുവൻ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല, ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വായിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് മുന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചത്? സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, പഠിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പ്ലീസ് ഫോർ വാച്ചിങ്. നന്നായി പഠിക്കണം. നന്നായി മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ.